ആലുവയിലെ 12 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ കൊല്ലം ഓച്ചിറ സ്വദേശി അഭിജിത്തിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. കുട്ടിയെ ഇന്നലെ പൂനെയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഫോൺ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നും എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ പറഞ്ഞു. കുട്ടിയെ നമ്മൾ ഇന്നലെ പൂനെയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു ഈ കുട്ടി വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത്. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ കേസിൽ നടന്നത്. അന്ന് തന്നെ രാത്രി കേസ് രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഈ കുട്ടിയുടെ ആദ്യം ലൊക്കേഷൻ മംഗളപുരം ഭാഗത്ത് കിട്ടി. അപ്പോൾ തന്നെ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ, സതീഷിൻ്റെ നേതൃത്വത്തിലൊരു ടീമിനെ നമ്മൾ മംഗലാപുരത്തേക്ക് അയക്കുകയുണ്ടായി. ഈ കുട്ടിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവും, ഇവരുടെ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ലൊക്കേഷൻ ഗോവയിൽ കണ്ടു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നുണ്ട്. നിഷ, എന്താണ് ഈ കേസിനെ കുറിച്ച് പോലീസ് പറയുന്നത്? കഴിഞ്ഞ ദിവസം കുട്ടിയെ കണ്ടെത്തിയിരുന്നുവല്ലോ. ഇപ്പോൾ പ്രതിക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്തുന്നു? കൃഷ്ണരാജ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് 12 വയസ്സുകാരിയെ ആലുവയിലെ വീട്ടിൽ നിന്നും കാണാതായത്. ഈ കുട്ടി കൂട്ടുകാരിയുടെ വീട്ടിൽ ബുക്ക് വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. പിന്നീട് പോയ സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ അമ്മയുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ സമയം അധികം കഴിഞ്ഞും കാണാതായതോടുകൂടി വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. ആലുവ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ഈ കുട്ടിയുടെ കയ്യിലിരുന്ന അമ്മയുടെ മൊബൈൽ ഫോൺ കാസർഗോഡ് വെച്ച് ഓഫായതായി പോലീസ് കണ്ടെത്തി. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടി CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുട്ടി ഒരു യുവാവിനൊപ്പം പോയതായി പോലീസിന് ബോധ്യമായി. പോലീസ് പറയുന്നതനുസരിച്ച് 25 വയസ്സുള്ള കൊല്ലം ഓച്ചിറ സ്വദേശിയായ അഭിജിത്ത് എന്ന് പറയുന്ന യുവാവാണ്. ഇയാൾ കഴിഞ്ഞ 6 മാസമായി ചെറായി ബീച്ചിൽ ഐസ്ക്രീം കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിൽ ട്രെയിനിൽ സഞ്ചരിച്ച് ഗോവ, മംഗലാപുരം, ഒപ്പം തന്നെ ഈ മുംബൈയിലെ ധാരാവി പോലുള്ള ജനനിബിഡമായ പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചാണ് പിന്നീട് ഇവരെ ഇന്നലെ പൂനെയിൽ നിന്നും പിടികൂടിയത്. എന്തായാലും പോലീസും ഒപ്പം തന്നെ RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ 12 വയസ്സുകാരിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. 12 വയസ്സുകാരിയെ 4 ദിവസമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് പറഞ്ഞ് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും പോലീസും RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ 12 വയസ്സുകാരിയെ പൂനെയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. കേരള പോലീസ് 12 വയസ്സുകാരിയും ഈ ഒപ്പമുള്ള യുവാവുമായി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ഇവരെ ആലുവയിൽ എത്തിക്കുമെന്നാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. യുവാവിനെതിരെ പോക്സോ, ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. പിന്നീട് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും മറ്റ് വകുപ്പുകൾ കൂടി ചുമത്തണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.